ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മടയനായ കഴുത, ദ ഫൂളിഷ് ഡോങ്കി. ഒരു ഉപ്പു വ്യാപാരിക്ക് ഒരു കഴുതയുണ്ടായിരുന്നു. എ സോൾട്ട് മെർച്ചന്റ് ഹാഡ് എ ഡോങ്കി. എല്ലാ ദിവസവും അയാൾ കഴുതയുടെ പുറത്ത് ഒരു ചാക്ക് ഉപ്പ് കയറ്റി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. എവറി ഡേ ഹി യൂസ്ഡ് ടു ലോഡ് എ ബാഗ് ഓഫ് സോൾട്ട് ഓൺ ടു ദ ഡോങ്കീസ് ബാക്ക് and take it to the market to sell it. ലോഡ് എന്ന വാക്കിന്റെ അർത്ഥം ചുമട് എന്നുണ്ട്, അതുപോലെ ചുമട് കയറ്റുക എന്നുമുണ്ട്. ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു നദി ഉണ്ടായിരുന്നു. There was a river on the way to the market. ഒരു ദിവസം നദി മുറിച്ചു കടക്കവേ കഴുത കാൽ വഴുതി വെള്ളത്തിൽ വീണു. One day while crossing the river, എന്ത് സംഭവിച്ചു? The donkey slipped, കാൽ വഴുതി, and fell into the water. One day while crossing the river, the donkey slipped and fell into the water. ഉപ്പു ചാക്ക് നനഞ്ഞ് ഒരുപാട് ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞുപോയി. The salt bag got wet, നനഞ്ഞു. And a lot of salt dissolved in the water. Dissolve എന്നാണ് അലിയുക, ലയിക്കുക എന്നാണ് അതിന് ഇംഗ്ലീഷ് വാക്ക്. അങ്ങനെ അതിന്റെ ഭാരം വളരെ കുറഞ്ഞു. Thus its weight decreased significantly. Significantly പറയുമ്പോൾ കാര്യമായിട്ട്, വളരെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇപ്പോൾ ചുമട് ചുമക്കാൻ നല്ല എളുപ്പമാണെന്ന് കഴുതയ്ക്ക് മനസ്സിലായി. Now the donkey realized, എന്ത് മനസ്സിലായി? That it is very easy to carry the load. സൂത്രശാലിയായ കഴുത ഈ സാഹചര്യം മുതലെടുക്കാൻ തീരുമാനിച്ചു. സൂത്രശാലിയായ കഴുത, the clever donkey, എന്ത് തീരുമാനിച്ചു? Decided to take advantage of the situation. ഓരോ തവണ നദി കടക്കുമ്പോഴും കഴുത മനഃപൂർവ്വം വെള്ളത്തിൽ വീഴാൻ തുടങ്ങി. Every time he crossed the river, the donkey deliberately started falling into the water. Deliberately, അതാണ് മനഃപൂർവ്വം, ബോധപൂർവം എന്നൊക്കെയുള്ളതിനുള്ള വാക്ക്. ഉപ്പിന്റെ ഭാരം കുറയ്ക്കാൻ കഴുത അറിഞ്ഞുകൊണ്ട് വെള്ളത്തിൽ വീഴുകയാണെന്ന് ഒടുവിൽ വ്യാപാരിക്ക് മനസ്സിലായി. Finally, the merchant realized that the donkey was intentionally falling into the water to lighten the weight of the salt. Intentionally എന്നുവെച്ചാൽ മനഃപൂർവ്വം, deliberately എന്ന് പറയുന്നതിനുള്ള വേറൊരു വാക്കാണ് intentionally. ലൈറ്റൻ കുറയ്ക്കുക, ലഘൂകരിക്കുക എന്നൊക്കെയാണ്. കഴുതയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആ വ്യാപാരി തീരുമാനിച്ചു. The merchant decided to teach the donkey a lesson. എന്ത് ചെയ്തു? അടുത്ത ദിവസം അയാൾ കഴുതയുടെ പുറത്ത് ഉപ്പിനു പകരം ഒരു വലിയ കെട്ട് പഞ്ഞി കയറ്റി. The next day he loaded the donkey with a large bundle of cotton instead of salt. Cotton, പഞ്ഞി അല്ലെ, ബണ്ടിൽ കെട്ട്, ലാർജ് ബണ്ടിൽ, വലിയ കെട്ട്. അപ്പോൾ ഉപ്പിന് പകരം വലിയൊരു കെട്ട് പഞ്ഞി കയറ്റി. കഴുതയ്ക്ക് വലിയ സന്തോഷമായി. The donkey was very happy. അത് വേഗം നടന്ന് പുഴയുടെ അടുത്തെത്തി. It walked quickly and reached near the river. പഞ്ഞിക്ക് തീരെ ഭാരം കുറവായിരുന്നിട്ടും കഴുത വെള്ളത്തിലേക്ക് വീണു. ഭാരം തീരെ കുറവായിരുന്നിട്ടും, although the cotton was very light, the donkey fell into the water. പഞ്ഞി വെള്ളത്തിൽ നനഞ്ഞപ്പോൾ അത് ഉപ്പു ചാക്കിനേക്കാൾ ഭാരമുള്ളതായി തീർന്നു. When the cotton got wet in the water, it became heavier than the bag of salt. Heavier, കൂടുതൽ ഭാരമുള്ള. Than the bag of salt, ഉപ്പു ചാക്കിനേക്കാൾ. പുഴയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴുതയ്ക്ക് പ്രയാസമായിരുന്നു. It was difficult for the donkey even to get up from the river. വളരെ കഷ്ടപ്പെട്ട് അവൻ വേച്ചു നടക്കാൻ തുടങ്ങി. He began to stagger with great difficulty. Stagger എന്നാണ് ഈ വേച്ചു നടക്കുന്നതിന് പറയുന്നത്. അത് കണ്ടപ്പോൾ വ്യാപാരിക്ക് കഴുതയോട് അലിവ് തോന്നി. When the merchant saw that, he felt pity for the donkey. അയാൾ കഴുതയോട് പറഞ്ഞു, എന്നെ കളിപ്പിച്ചതിനുള്ള ശിക്ഷയാണിത്. He told the donkey, this is the punishment for fooling me. മേലാൽ ഇത് ആവർത്തിക്കരുത്. Never repeat this. അയാൾ പഞ്ഞിക്കെട്ട് എടുത്തു മാറ്റി കഴുതയെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു. He removed the bundle of cotton and returned home with the donkey. ഈ സംഭവത്തിന് ശേഷമാണ് മണ്ടത്തരം ചെയ്യുന്നവരെയൊക്കെ കഴുത എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങിയത്.
അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് എഴുതുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.